മികച്ച NABL അക്രഡിറ്റഡ് ലാബുകളുമായി സഹകരിച്ച് പ്രീമിയം ഹെൽത്ത് ചെക്കപ്പുകൾ അഫോർഡബിൾ നിരക്കിൽ ലഭ്യമാക്കുന്നു. കൂടാതെ ടെലിമെഡിസിൻ സൗകര്യവും. MHL സ്മാർട്ട് ലാബ്സ്. കൊടുങ്ങല്ലൂർ നഗരസഭയിൽ കുടിവെള്ളം കിട്ടാക്കനി. BJP കൌൺസിലർമാരുടെ നേതൃത്വത്തിൽ നഗരസഭയ്ക്ക് മുൻപിൽ പ്രതിഷേധ ധർണ നടത്തി. വേനൽക്കാലം അടുത്തതോടെ നഗരസഭാ പ്രദേശത്തെ കുടിവെള്ളക്ഷാമം ഓരോ ദിവസം കഴിയുന്തോറും കൂടുതൽ പ്രതിസന്ധിയിലേക്ക്. കാലഹരണപ്പെട്ട പൈപ്പുകളുടെ തകർച്ച മാത്രമല്ല ഇവിടെ വില്ലനാകാറുള്ളത്. വൈദ്യുതി സ്തംഭനവും അടിക്കടിയും മോട്ടോർ കേടുവരുന്നതും പ്രതിസന്ധിക്ക് ആഴം കൂട്ടുന്നത് ഇവിടെ പതിവാണ്. സംസ്ഥാന സർക്കാരിന്റെ ബഡ്ജറ്റുകളിൽ കോടികൾ പ്രഖ്യാപനം ഉണ്ടാകാറുണ്ടെങ്കിലും അതെല്ലാം കടലാസിൽ തന്നെയെന്നാണ് ആരോപണം. കാലപ്പഴക്കം കൊണ്ട് പൊട്ടിപ്പൊളിയുന്ന പൈപ്പുകൾ കൊടുങ്ങല്ലൂരിന്റെ കുടിവെള്ളം മുട്ടിക്കുന്നു. നഗരസഭയിലെ പുല്ലൂറ്റ്, ലോകമലേശ്വരം വില്ലേജുകളിലാണ് കുടിവെള്ള വിതരണം കൂടുതലും പ്രതിസന്ധി നേരിടുന്നത്. നഗരസഭാ പ്രദേശത്തേക്ക് കൂടി വെള്ളമെത്തിക്കുന്ന വൈന്തല ജലശുദ്ധീകരണശാല മുതൽ പുല്ലൂറ്റ് നാരായണമംഗലം വരെയുള്ള 23 കിലോമീറ്ററാണ് 40 വർഷം പഴക്കമുള്ള പൈപ്പുകളുള്ളത്. കാലഹരണപ്പെട്ട പൈപ്പുകൾ മാറ്റി സ്ഥാപിച്ച് പുതിയ ജലസംഭരണി സ്ഥാപിക്കുന്നതിനുമായി കോടികൾ പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിലും പ്രഖ്യാപനം മാത്രമായി ഒതുങ്ങാറാണ് പതിവ്. കൊടുങ്ങല്ലൂരിലേക്കുള്ള സമഗ്രമായ കുടിവെള്ള പദ്ധതിക്ക് ആവശ്യമായ ഫണ്ടും പദ്ധതികളും ഉണ്ടെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ അനങ്ങാപ്പാറ നയത്തിലാണ്. കൊടുങ്ങല്ലൂർ നഗരസഭാ പ്രദേശത്തെ കുടിവെള്ളക്ഷാമത്തിന് ശാശ്വത പരിഹാരം കാണുവാൻ MLAയുടെയും നഗരസഭയുടെയും അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ട് കൌൺസിലിൽ നഗരസഭ BJP പാർലമെന്ററി പാർട്ടി നേതാവ് TS സജീവൻ പ്രമേയം അവതരിപ്പിച്ചു. തുടർന്ന് കൌൺസിലർമാരുടെ നേതൃത്വത്തിൽ നഗരസഭയ്ക്ക് മുൻപിൽ പ്രതിഷേധ ധർണ നടത്തി. കൊടുങ്ങല്ലൂർ നഗരസഭാ പ്രദേശത്ത് 46 വാർഡിലും അതിരൂക്ഷമായ കുടിവെള്ളക്ഷാമമാണ് ഇന്ന് അനുഭവപ്പെടുന്നത്. അതിനോട് ബന്ധപ്പെട്ട് നിരവധി ദിവസങ്ങളായി കൗൺസിലിനകത്തും പുറത്തും ചെയർപേഴ്സണും അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥന്മാരുമായിട്ട് നിരവധി പ്രാവശ്യം ചർച്ച ചെയ്തിട്ടും യാതൊരുവിധ പരിഹാരങ്ങളും കണ്ടെത്താനായിട്ട് കൊടുങ്ങല്ലൂർ നഗരസഭയ്ക്കോ അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റിക്കോ കഴിഞ്ഞിട്ടില്ല. അതിനോട് ബന്ധപ്പെട്ട് ഇന്ന് കൗൺസിലില് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള പാർലമെന്ററി പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇന്ന് അടിയന്തര പ്രമേയം അവതരിപ്പിക്കുകയും ആ പ്രമേയത്തിനോട് ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുകയും ആ ചർച്ച ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ അടുത്ത ദിവസം തന്നെ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു വരുത്തി കാര്യങ്ങൾ പഠിച്ച് അതിനുള്ള നടപടി സ്വീകരിക്കാമെന്ന് ചെയർപേഴ്സൺ ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതൊന്നുമല്ല ഇവിടുത്തെ പ്രധാന വിഷയം. ഇവിടുത്തെ പ്രധാന വിഷയം നമുക്കറിയാം, അമൃത് പദ്ധതിയുമായി ബന്ധപ്പെട്ട് നരേന്ദ്രമോദി സർക്കാരിന്റെ സ്വപ്ന പദ്ധതികളൊന്നായിട്ടുള്ള എല്ലാ വീട്ടുകാർക്കും സൗജന്യമായി കുടിവെള്ള പദ്ധതി എത്തിക്കുന്ന പദ്ധതി കൊടുങ്ങല്ലൂർ നഗരസഭയിൽ നടപ്പിലാക്കുകയും അതോട് ബന്ധപ്പെട്ട് 5000-ൽ പരം ആളുകൾക്ക് സൗജന്യമായി കുടിവെള്ള കണക്ഷൻ കൊടുക്കുകയും ചെയ്തു. ഈ കുടിവെള്ള കണക്ഷൻ കൊടുക്കുന്ന സമയത്ത് തന്നെ കുടിവെള്ളം എത്തിക്കുന്നുള്ള ഉത്തരവാദിത്തം കൊടുങ്ങല്ലൂർ നഗരസഭയ്ക്കും അതുപോലെ തന്നെ MLAക്കുമാണ്. ഈ രണ്ടാളുകളും, അതായത് കൊടുങ്ങല്ലൂർ നഗരസഭയും MLAയും ഈ കാര്യത്തിൽ യാതൊരുവിധ നടപടികൾ സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ല. നമുക്കറിയാം, കൊടുങ്ങല്ലൂരിനെ സംബന്ധിച്ച് നാരായണമംഗലത്തുള്ള ഒരു വാട്ടർ ടാങ്കാണ്. നിരവധി പതിറ്റാണ്ടുകൾ പഴക്കമുള്ള വാട്ടർ ടാങ്കിലുള്ള കുറച്ച് വെള്ളം സ്റ്റോക്ക് ചെയ്യാവുന്ന അല്ലെങ്കിൽ സംഭരിക്കാവുന്ന രീതിയിലുള്ള ഒരു സംഭരണിയാണ് അവിടെ ഉള്ളത്. ആ സംഭരണിയിൽ നിന്ന് വരുന്ന വെള്ളം നിസ്സാര പ്രദേശങ്ങളിൽ വെള്ളം സപ്ലൈ ചെയ്യുന്ന സമയത്ത് അത് വെള്ളം അപ്പൊ തന്നെ അത് നേരത്തെ സൂചിപ്പിച്ച ഒരു സംഭരണിയിൽ കുറച്ച് വെള്ളം സ്റ്റോക്ക് ചെയ്യുന്ന സംവിധാനത്തിൽ വരുന്ന സമയത്ത് പെട്ടെന്ന് ആ വെള്ളം തീരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇത്രയധികം ആളുകൾക്ക് കുടിവെള്ളം ലഭിക്കുന്നതിന് വേണ്ടി എല്ലാ ബഡ്ജറ്റിലും കൊടുങ്ങല്ലൂർ MLA സുനിൽകുമാറിന്റെ നേതൃത്വത്തിൽ ബഡ്ജറ്റില് ഫണ്ട് കണ്ടെത്തുന്നു പറഞ്ഞിട്ട് ഇപ്പോഴും ഈ പത്രത്തിൽ മാതൃക പത്രത്തിൽ വെണ്ടക്കാക്ഷരത്തിൽ ഈ ന്യൂസ് കൊടുത്തിട്ടുണ്ട്. 75 കോടി രൂപ കുടിവെള്ള സംവിധാനവുമായി ബന്ധപ്പെട്ട് പൈസ പാസ്സാക്കിയിട്ടുണ്ട്. എല്ലാ വർഷവും ബഡ്ജറ്റിൽ പൈസ പാസ്സാക്കല്ലാണ്ട് യാതൊരു സംവിധാനങ്ങളും നടപ്പിലാക്കാനായിട്ട് MLAക്ക് കഴിയുന്നില്ല. ഇപ്പൊ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ 75 കോടി പാസ്സാക്കിയെന്ന് പറഞ്ഞിട്ട് പത്രത്തിലൊക്കെ വന്നിട്ടുള്ളത്. കഴിഞ്ഞ വർഷവും കഴിഞ്ഞതിന്റെ മുമ്പത്തെ വർഷമൊക്കെ തന്നെ ഈ കുടിവെള്ള സംവിധാനത്തിന് വേണ്ടി സംഭരണിക്കും അതുപോലെ തന്നെ പൈപ്പിടാനും പുതിയ പൈപ്പിടാനും ഫണ്ട് പാസ്സാക്കിയെന്നുണ്ടെങ്കിലും ഇതുവരെയും ഒരു കാര്യവും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഇതിനോട് ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്, ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലും അതുപോലെ തന്നെ പാർലമെന്റ് പാർട്ടിയുടെ നേതൃത്വത്തിലും സമരപരിപാടികൾ കൃത്യമായി നടത്തിക്കൊണ്ട് വാട്ടർ അതോറിറ്റി ഓഫീസിലേക്കുള്ള മാർച്ചും അതുപോലെ തന്നെ MLA ഓഫീസിലേക്കുള്ള മാർച്ച് ഉൾപ്പെടെ നടത്തിക്കൊണ്ട് ജനങ്ങളുടെ കുടിവെള്ള ക്ഷാമം പരിഹരിക്കാനുള്ള നടപടി സ്വീകരിക്കുവാനായിട്ട് മുന്നോട്ട് പോകുമെന്നാണ് ഈ സമയത്ത് സൂചിപ്പിക്കാനുള്ളത്. സാരി സെലക്ഷൻ കഴിഞ്ഞില്ലേ? എത്ര നേരായി? കല്യാണമൊക്കെ അല്ലേ അച്ഛാ, അപ്പൊ ഏറ്റവും ബെസ്റ്റ് തന്നെ ആവണ്ടേ? ഇവരെയും കൊണ്ട് കല്യാണ സാരി വാങ്ങാൻ പോകുമ്പോ കാണാം നിങ്ങളുടെ പോക്കറ്റ് കാലിയാവുന്നത്. അത് ഉറപ്പല്ലേ? എന്നാലും ഏറ്റവും ബെസ്റ്റ് തന്നെ വേണം. ശരി ശരി അങ്കിൾ, പോക്കറ്റ് ഒന്നും കാലിയാവില്ല. ഏറ്റവും എലഗന്റ് ബെസ്റ്റ് സ്റ്റൈൽ ആൻഡ് ഡിസൈൻസും കിട്ടും. പക്ഷേ സ്വയംവര സിൽക്സിൽ തന്നെ പോണം.
അതിന് ഞാൻ ഗ്യാരണ്ടി. സ്വയംവര സിൽക്സ്, മനസ്സിന്റെ തൃപ്തി ഇവിടെയാണ്.